ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവൻ്റെ ഉറവിടം ക്രിസ്തു എന്ന വിഷയത്തിലേക്ക് നമ്മൾ സംസാരിക്കുന്നു. വായിക്കാം. ഹെബ്രായ ലേഖനം 6:1-2 വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അതായത് അടിസ്ഥാനങ്ങളെക്കുറിച്ചായി നമ്മൾ ഈ പറയുന്നത്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിൽ നല്ല അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയാം. ഈ അടിസ്ഥാനത്തെക്കുറിച്ച് യേശു എന്തു പറയുന്നു നോക്കാം, അല്ലെങ്കിൽ അത് ക്രിസ്തുവിൽ നിന്ന് പഠിക്കാം. മത്തായി സുവിശേഷം എടുത്താട്ടെ, 7-ാം അധ്യായം, അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ ഫൗണ്ടേഷനിൽ കുഴിച്ച് ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് കെട്ടിടം പണിത് പൊക്കിയ ബുദ്ധിയുള്ള മനുഷ്യനോടാണ് ഈ സാഹചര്യങ്ങളെക്കുറിച്ച്, ഈ അടിസ്ഥാനമുള്ളവനെക്കുറിച്ച് ദൈവവചനം പറയുന്നത്. അതായത് അടിസ്ഥാനത്തിൽ പണിത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റാഞ്ഞടിച്ചു. 3 കാര്യങ്ങളുണ്ടായി: മഴ, വെള്ളം, കാറ്റ്. ഇതൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ അടിക്കും. ഏതൊരു വീടും കാറ്റും മഴയും വെള്ളവും ഒക്കെ ആഞ്ഞടിക്കുന്നത് പോലെ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രശ്ന പ്രതിസന്ധികൾ ആഞ്ഞടിക്കും ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ വചനത്തിൽ അടിസ്ഥാനമുള്ളവൻ വീണില്ല എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്നാൽ വചനത്തിൽ അടിസ്ഥാനമില്ലാത്തവൻ, ഈ എൻ്റെ ബർഗറിന് എക്സ്ട്രാ ചീസ് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവൻ, എപ്പോഴേലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവൻ വീഴും എന്നതിന് ഒരു മാറ്റവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നത് ചോദിച്ചാൽ അവനെ, അങ്ങനെയുള്ളവരെ വചനം വിളിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യനെന്നാണ്. ഇനി വചനത്തിന് മുകളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുകളിൽ എന്ന് പറഞ്ഞാൽ അതൊന്ന് വായിച്ചേ. 1 കൊറിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പറഞ്ഞാൽ വചനത്തിന് മുകളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുകളിൽ. ഇത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ തുടക്കം വായിച്ചാൽ ഈ പാറ, ഈ ക്രിസ്തു വചനമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. വചനമാണ്. ഒരു കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിന് മുകളിൽ ഒന്നായി ചേർത്താ പണിയുന്നത്. ഞാനൊരു കാലത്ത് കോൺട്രാക്ടറായിരുന്നു. അതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ പണിയെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനാണ് ഏറ്റവും സ്ട്രോങ് എന്ന് ഞാൻ പറയും, കോൺക്രീറ്റിനേക്കാളും. കാരണം ഒരു സിമൻറ്റ് കട്ടയും ഒരു കരിങ്കല്ലും കൂടി എടുത്ത് വെള്ളത്തിലിട്ടാൽ ഒരു 5 വർഷം കഴിഞ്ഞ് സിമൻറ്റ് കട്ട എടുത്ത് അത് പൊടിഞ്ഞു പോകും. കരിങ്കല്ല് 5 വർഷമല്ല, 500 വർഷമല്ല, 5000 വർഷം കഴിഞ്ഞാലും അവിടെ കിടക്കും. ഈ സിമെൻറ്റിനും കോൺക്രീറ്റിനും ഒക്കെ ഒരു നിശ്ചിത സമയം, തുടക്കത്തിൽ അതിന് ഭയങ്കര ബലമാണെങ്കിലും പിന്നീട് ഓരോ ദിവസവും ബലം കുറഞ്ഞേ വരുള്ളൂ. കല്ലിന് ഒരു കാലത്തും ബലം കുറയല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ അടിസ്ഥാനം എന്ന കല്ലുകൾ ഇങ്ങനെ ചേർത്ത് നല്ല സീറ്റിംഗ് ആയിട്ട് പണിയും. കരിങ്കല്ല് പണിയുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ കോർത്താണ് കല്ല് പണിയുന്നത്. ഇപ്പോഴത്തെ ഹിന്ദിക്കാരും ഭായിമാരും ഒന്നും പണിയുന്ന ചുമ്മാ പറക്കി അവിടെ ഇവിടെ ഇട്ട് കുറച്ച് ഇതൊഴിക്കുള്ളൂ. അതല്ലാതെ നല്ല നാടൻ പണിക്കാർ പണിയുവാണെങ്കിൽ ഇങ്ങനെ ഒരു കല്ല് വെച്ച് അടുത്ത കല്ല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കയറ്റി വെച്ച് ലോക്കിട്ട് അതിൻ്റെ ഇടം മാത്രം ഇച്ചിരി പരിക്കനൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് പണിയും. അങ്ങനെ പണിയുന്നത് പോലെ ഇങ്ങനെ അടിസ്ഥാനമുള്ളവനെ സംബന്ധിച്ച്
അവനോട് പാസ്റ്റർ മുടിഞ്ഞു പോകുമെന്നൊന്നും പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അവനതൊന്നും ബാധിക്കുക പോലുമില്ല. കാരണം അവനറിയാം ഇതൊക്കെ വർക്ക് ചെയ്യണേ, എന്തെങ്കിലും കാര്യം വേണമെന്ന്. അപ്പോൾ ഇവിടെ വചനം എന്ന് പറയുന്നത് യേശുവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഫൗണ്ടേഷനുള്ളിലെ അടിസ്ഥാനത്തിനുള്ളിലെ പണികൾ പോലെ ഇങ്ങനെ അടുക്കി അടുക്കി നല്ല സീറ്റായിട്ട് പോരുക. ഇതാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരമാണ്. നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്നാ? മരിച്ച പ്രവർത്തികളിൽ എന്ന് പറഞ്ഞാൽ എന്നാ? ജീവനില്ലാത്ത പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ പിന്മാറൽ. അങ്ങനെ പ്രവൃത്തി ഉണ്ടോ? ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 4:12 വായിച്ചേ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് ദൈവവചനം അസന്നിഗ്ധമായിട്ട് പറയുക. എന്നിട്ട് പറയുക, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചേ. 5-ഉം 6-ഉം കൂടെ വായിച്ചോ. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇത് മധ്യസ്ഥൻ, രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമം ഇല്ല, മധ്യസ്ഥൻ ഒരുവൻ എത്രയെന്ന് അസന്നിഗ്ധമായിട്ട് ബൈബിൾ പറയുമ്പോൾ യേശു മാത്രം മധ്യസ്ഥനായിട്ട്, യേശുവിനെ മാത്രം മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ജീവനുള്ള പ്രവൃത്തി. എന്നാൽ ചത്തുകെട്ട് അടക്കിപ്പോയതിനെ എല്ലാം മധ്യസ്ഥനായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് നിർജീവ പ്രവൃത്തി. ഒന്നുകൂടെ പറയാം. ഭൂമിയിൽ മനുഷ്യനായി വന്ന് 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും ജീവിച്ചിരുന്ന് മധ്യസ്ഥത ചെയ്യുന്ന യേശുവിലൂടെ പിതാവിലോട്ട് പ്രാർത്ഥിക്കുന്നതാണ്, യേശുവിലൂടെ പിതാവിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്നതാണ് ജീവനുള്ള പ്രവൃത്തി. എന്നാൽ മരിച്ച വ്യക്തികളെ മധ്യസ്ഥരായിട്ട് വെച്ചുകൊണ്ടും ദൈവത്തിൻ്റെ സ്ഥാനത്ത് ബിംബങ്ങളെ വെച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നിർജീവ പ്രവൃത്തി. ഈ അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തെ കാര്യം നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള പിന്മാറൽ, മാനസാന്തരം. ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാറിയവും പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇതിപ്പം വിഷയം എന്നാന്ന് ചോദിച്ചാൽ, അന്ന് മതമായിരുന്നു, പുരോഹിതനായിരുന്നു വിഗ്രഹമെങ്കിൽ ഇന്നിപ്പോൾ പാസ്റ്റർമാർ വിഗ്രഹമായി മാറി. അയ്യോ, ഞങ്ങളുടെ അച്ചാച്ചൻ, ഞങ്ങളുടെ അച്ചായൻ, ഞങ്ങളുടെ അപ്പൻ, ഇവൻ്റെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇതൊക്കെ ജാരസന്തതിയാന്ന്. വെറുതെ പറയുന്നത്, ഇതൊക്കെ ചുമ്മാ കളിപ്പിന് പറയുന്നത്. ഇടഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പൻ എന്നുള്ളത് മാറി അങ്ങോട്ട് മാറി വേറെ വല്ല വാക്കൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ ജീവൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. പാട്ടുകാരൻ പാടിയിട്ടില്ലേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അതാണ് ജീവനുള്ള പ്രവൃത്തി. ഈ ജീവനുള്ള പ്രവൃത്തിക്ക് പുറത്തുള്ളതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടേ മതിയാവും. ഒരു ശുശ്രൂഷകൻ യോഗ്യനാണെങ്കിൽ അവനെ മാനിക്കണം, ശുശ്രൂഷകനായിട്ട് മാനിക്കണം. അവനെ പുരോഹിതനായിട്ട് മാനിക്കണം, പക്ഷേ അവനെ രാജാവായിട്ടും ദൈവമായിട്ടും ഒന്നുമല്ല മാനിക്കേണ്ടത്. സഹോദരനാണവൻ, കൂട്ടുമൂപ്പനാണ്. മാന്യമായ കാര്യങ്ങൾ പറഞ്ഞ് അംഗീകരിക്കണം, മാന്യമല്ലാത്തത് പറഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയാനുള്ള ധൈര്യം വേണം വിശ്വാസിക്ക്. അങ്ങനെ നാട്ടിലുള്ള അടിസ്ഥാനമുള്ള 4 വിശ്വാസി ഉണ്ടെങ്കിൽ കേരളത്തിലെ പെന്തക്കോസൊക്കെ എന്നേ നന്നായനെ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ മുകളിൽ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. എന്നെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും മതത്തിലായിരുന്ന കാലത്ത് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവരെ ഭയപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ ശുശ്രൂഷകർ, പാസ്റ്റർമാർ അവരെ ഭയപ്പെടുത്തുന്നെങ്കിൽ വലിയ സ്വാതന്ത്ര്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരെ അടിസ്ഥാനമുള്ളവരായി ശക്തരായി എഴുന്നേൽക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സത്യസന്ധമായി, ആത്മാർത്ഥമായി, സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരുടെയും ബുദ്ധിയെ തുറക്കണമേ, ഓർമ്മയെ തുറക്കണമേ. കർത്താവ് ബലം നൽകണമേ, ആത്മാവിൽ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.